അയ്യോ സമ്മാൻസ് ഗേൾഫ്രണ്ട് ഡേറ്റ് സിനിമയ്ക്ക് ഇതല്ലല്ലോ ഡേറ്റ് ആൾക്കാരെ ഗോസ്റ്റ് ചെയ്യുന്നത് എന്നുവെച്ചാൽ പെൺകുട്ടികളെ ഇങ്ങനെ നമ്മള് അവരുടെ പ്രൊഫൈലൊക്കെ ഗോസ്റ്റ് ചെയ്യില്ല നമ്മൾ ഇങ്ങനെ നോക്കൂലടാ. സമ്മതം എന്ന് വെച്ചാൽ പെൺകുട്ടികളാ ഗേൾഫ്രണ്ട് ആണോ ഉദ്ദേശിച്ചത്? Hey guys, welcome back to Big Dogs. ഇന്നത്തെ ചാലഞ്ച് never have I ever. Yes guys, okay, കൊമ്പ പറഞ്ഞ പോലെ ഇന്നത്തെ ചാലഞ്ച് അതായിരിക്കും. ഏതായിരിക്കും? Never have I ever. Okay. ഓൾറെഡി ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഇത് വെറൈറ്റി വീഡിയോ ആണ്. യെസ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഓരോ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഐ നെവർ ഹാവ് ഉണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ എന്നാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് കാണിക്കുക കേട്ടോ. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് അറിയാം. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ബ്രോ. എഡ്യൂക്കേഷൻ ഉണ്ടാവും അവിടെ. ശരി മൈ മിസ്റ്റേക്ക്. പറയാൻ പറ്റത്തില്ലല്ലോ. മൈ മിസ്റ്റേക്ക്. ഇവിടെ എന്താ 2ാം ക്ലാസ്സിൽ പോലും പഠിക്കാത്ത പിള്ളേരാണ് കാണുന്നത്. 2 ലക്ഷം പേർക്കും പറയാൻ പറ്റില്ല. കൊമ്പാച്ചിനെ പോലെ 2-3 പേരെ കാണും. അതെ സത്യമായി. നമുക്കിന്ന് തുടങ്ങിയാലോ? ഇന്ന് പല രഹസ്യങ്ങളും പുറത്താവുന്നതായിരിക്കും ബൂട്ട് ക്യാമ്പ് ബോയ്സിന്റെ. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും കേട്ടോ. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. കള്ളം പറയുന്നതിന്റെ തല ഇടുത്തി വീഴട്ടെ. അല്ലല്ല, പ്ലേബട്ടം വീഴട്ടെ. തലന് മോള് കുറെ പ്ലേബട്ടം ഇരിക്കുന്നത്, അത് വീണിട്ട് അതെങ്ങനെ ഇങ്ങനെയോ? ഇങ്ങനെയാണ്. അപ്പൊ ഇതെന്താ ഇതെന്ത് പ്രോമിസാ? അത് കൊങ്ങ പ്രോമിസ്. അപ്പൊ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഗൈസ്. അപ്പൊ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്താലോ? അപ്പൊ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ വായിക്കും ചെയ്യണം. ക്വസ്റ്റ്യൻ വായിക്കാൻ ആർക്കും വേണ്ടി ഞാൻ വേണേ പൊക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. Never have I ever eaten something that fell on the floor. നിലത്ത് വീണ എന്തെങ്കിലും നമ്മൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ? ആരാണ് അതിനവറുള്ളു? നമുക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമ്മൾ കഴിക്കില്ല. പക്ഷെ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും താഴെ കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് അത് ഇത് ഭയങ്കര വൃത്തിയുടെ സ്ഥലത്താണെങ്കിൽ കഴിക്കൂല. ചെറിയ പിന്നെ അതങ്ങനെ ആരും കഴിക്കത്തില്ല. പ്രശ്നമല്ല. രണ്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും. Never have I ever stayed up all night watching series. സീരീസ് കണ്ടോണ്ട് രാത്രി ഫുള്ള് ഇരുന്നിട്ടുണ്ടോ എന്നുള്ളത്. നേരം വെളുപ്പിച്ചിട്ടുണ്ട്. പിന്നല്ലേ സീരീസ് ഇല്ല. ഞാൻ സീരീസ് കാണാൻ. ഇവൻ സീരീസ് കാണില്ലേ? സീരീസ് കണ്ടിട്ടില്ല. എന്തെങ്കിലും കണ്ട് നേരം ഞാൻ ഏതൊക്കെയാ അറിയാം. ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ മണി ഹിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓൾ ഓഫ് us are dead കണ്ടിട്ടുണ്ട്. പിന്നെ നരൂട്ടോ കണ്ടിട്ട് ഒരു ദിവസം. പക്ഷെ മഞ്ചാടി, ഡോറ ബുജി, ഡ്രാഗൺ ബൂസ്റ്റർ, ബെൻടൺ. ഇവൻ ഒഴികെ എന്തുവാണ് ഒരു സീരീസ് ആയിട്ട് നേരം വിളിപ്പിച്ചൂടെ? സമയമില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത നോക്കാം. Never have I ever ate someone's food secret. കൂടുതലും ഇവിടെ 3 അയ്യാവ് വരണം. ഇവിടെ കൂടുതൽ കഴിച്ചിരിക്കുന്നത് ഇവന്റെ ഫുഡ് ആയിരിക്കും. പണ്ടത്തെ ഫുഡ് ക്യാമ്പിൽ കുറെ സ്നാക്സും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബർ ആരോ കായവർത്ത ഇവിടെ അടി ഉണ്ടാക്കി ഇത് സാധനം സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും തരുമ്പോ എല്ലാരും വീതിച്ചങ്ങ് എടുക്കും. ആരോ അയച്ച സമയത്ത് ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ട് ഇവനെ അലമാറയിൽ പൂട്ടി വെച്ചാൽ പക്ഷെ നമ്മളത് പൊക്കി. അല്ല അവിടുത്തെ അവിടത്തൊന്നുമല്ല, എല്ലാരും വീതിച്ചെടുത്ത സാധനങ്ങള്. എനിക്ക് ഞാനാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് ചോക്ലേറ്റ്സ് ഒന്നും തീർക്കില്ല. ഇവരാണെങ്കിൽ ആ തന്നെ തിന്ന് തീർത്തിട്ട് സാധനം എന്റെ റൂമിലേക്ക് വരും ലാസ്റ്റ്. അയ്യടി. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ നിന്നിരിക്കുന്ന ആമീസിന്റെ ഫുഡായിരിക്കും. സത്യം. ഞാൻ പിന്നെ അനിയത്തിയുടെ ഫുഡാണ് വന്നതിന് ശേഷം എല്ലാരും ഐ ഹാവ് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. Never have I ever ഏതെങ്കിലും പട്ടി
പുറകെ ഓടിച്ചിട്ടാണ്. പട്ടി ഓടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാ എനിക്ക് പട്ടിയല്ല ആനിമൽ. പിന്നെ പശു ഓടിച്ചിട്ടുണ്ട്. എന്നെ കോഴി നമ്മുടെ കാള കോഴി കോഴി കോഴിനെ ഓടിച്ചു. പൂങ്കോഴി കൊത്ത ഓടിച്ചിട്ടുണ്ട്. കൊത്താനല്ല എന്നെ കൊത്തിയിട്ടുണ്ട്. കൊത്തിയിട്ടുണ്ടല്ലേ? പക്ഷേ ഇറ്റ്സ് എ സീക്രട്ട് പ്ലേസ്. ഞാൻ പാമ്പ്, പശു, പാമ്പാ ഐ നെവർ ഹാവ്. മഞ്ഞച്ചേര കൊച്ചിലെ ഓടിച്ചിട്ട് നീ അത് കാട്ടിലായിരുന്നോ? എല്ലാം ഉണ്ടല്ലോ. ഓടിച്ച് ഞാൻ കടന്ന് കടി കടിച്ചല്ലോ അതൊക്കെ. മറ്റേ ഇത് കൂട്ടുവോ? 8 കാലി കൂട്ടുവോ? ഞാൻ മറ്റേ ഓടിക്കുക കഴിഞ്ഞ ദിവസം മറ്റേ അവിടെ മതിലടിക്കറിയപ്പോ കണ്ടിട്ട് ഓടി. പറയട്ടെ, കഴിഞ്ഞ ദിവസം മറ്റേ മതിലടിക്കറിയപ്പോ മറ്റേ നാട്ടുകാരെ ഓടിച്ചത് അതിനും പറഞ്ഞോ. മാസടിച്ച ആസായി പോയി. മറച്ചു അതിനെ ഞാൻ മര്യാദ അഴിഞ്ഞ സാധനം കേട്ടാ. നെവർ ഹാവ് ഐ എവർ ടേക്കൻ മണി വിത്തൗട്ട് ആസ്കിങ്. പൈസ ചോദിക്കാതെ എടുത്തിട്ടുണ്ടോ? വല്യപ്പന്റെ മേശന്ന് എടുത്തിട്ടുണ്ട്, അമ്മയുടെ പേഴ്സിൽ നിന്ന്, അച്ഛന്റെ കീശന്ന് എടുത്തിട്ടുണ്ട്, അമ്മയുടെ അമ്മയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അയൽവാസികളുടെ വീട്ടിൽ നിന്ന് അടിച്ചു പറ്റില്ലേ? അതൊക്കെ 10 രൂപ 20 രൂപയൊക്കെ മറ്റേ സ്കൂൾ ടൈമിലൊക്കെ, അതെ, അതെ. സ്കൂൾ കോളേജ്. സ്വന്തം വീട്ടിൽ നിന്നാണ് കൂടി പറയണേ. അതിൽ തെറ്റടിക്കും ആൾക്കാർ. സ്വന്തം വീട്ടിൽ നിന്നാണ്. നമ്മളങ്ങനെ ആരുടെ വീട്ടിൽ നിന്നും പോയിടിക്കല്ലേ. പക്ഷെ 10 രൂപ ആ ചികളേഴ്സ് ഞാൻ പിടിച്ചിട്ടില്ല. ഞാൻ സ്ട്രൈറ്റ് 500 ആയിരുന്നു. ഞാൻ 10 20 രൂപ ഉള്ളൂ. ഇന്നലെ പണ്ട് 500 നോട്ടില്ലല്ലോ. ആരറിഞ്ഞില്ല. 500 നോട്ടില്ലെന്നാ. ഉണ്ടായിരുന്നു. നല്ല മറ്റേ സ്വർണ്ണ കളറില് ഒരു മഞ്ഞ കളർ. ഓക്കെ, അപ്പൊ എല്ലാരും ഐ ഹാവ് ആയിരുന്നു. ഓക്കെ, എല്ലാരും നെവർ ഹാവ് ഐ എവർ സ്പ്രെഡ് എ റൂമർ ഐ ന്യൂ ഇറ്റ് വാസ് ട്രൂ. ലൈക്ക് നമുക്ക് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മൾ റൂമർ പറഞ്ഞു വരുത്തിയിട്ടുണ്ടോന്ന്. ഉണ്ട്. ഇവിടെ തന്നെ കുറെ എന്തോരം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇല്ലെന്ന് പറഞ്ഞ കണ്ണടിക്കാണ്ടല്ലോ. ഇയാളൊക്കെ ഉസ്താദാ. അതായത് ഇക്ക മീറ്റിംഗ് വിളിക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ കൂട്ടുള്ളൂ ഇതിന്. അതല്ലടാ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താ പറയുക, ഫണ്ണായിട്ട് അങ്ങനെയുള്ള അല്ലാണ്ട് സീരിയസ് ആയിട്ടൊന്നും അങ്ങനെ ഒരാളുടെ ജീവൻ തുറക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അങ്ങനല്ലേ? അങ്ങനെയല്ല. അപ്പൊ ഉടായിപ്പാണ് ഉദ്ദേശിച്ചത്. ചെറിയൊരു സാധനം നമ്മൾ പൊലിപ്പിച്ച് നമ്മുടെ രീതിയിൽ അതെ. കുറച്ച് ബൂസ്റ്റ് അയ്യോ, അത്രേ ഉള്ളൂ. താത്തിക്കോ. നെവർ ഹാവ് ഐ എവർ ചാറ്റ് വിത്ത് സമ്മൺ ബൈ എ സീക്രട്ട് അക്കൗണ്ട്. നിന്റെ തേർഡ് ഐഡി ഇല്ലേ? ഞാൻ ഇത് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് സീക്രട്ട് അക്കൗണ്ട് ഇല്ല. എനിക്ക് 3 പേഴ്സണൽ ഐഡി മാത്രം. അല്ല, ഐഡി മാത്രം. 3 പേഴ്സണൽ ഐഡി. അതൊന്നും അല്ല, പണ്ടൊരു ഫേക്ക് ഐഡി ഉണ്ടായിരുന്നു. അശ്വതി. അയ്യോ, അത് അതൊക്കെ ഫേസ്ബുക്ക് എനിക്ക് ശ്രേയാസ് ബ്രോ ഐ നെവർ ഹാവ് ബ്രോ. എന്തോ എടാ, നിനക്ക് ഇപ്പഴല്ല, പണ്ടില്ല. പണ്ടേ കൂട്ടുകാരന്മാരെ കൊണ്ട് ഏൽപ്പിക്കുള്ളൂ. പക്ഷെ അല്ല, അത് എന്റെ അക്കൗണ്ടില്ല. അമ്മമാര് തുടങ്ങുമ്പോ ഞാൻ ബാക്കപ്പ് ആയിട്ട് ഇതായിട്ട് നിൽക്കും. അത്ര പക്ഷെ എന്റെ ഫോണിലോ ഞാനോ ചെയ്തിട്ടില്ല. എടാ, ഇത് പണ്ട് നീ ആരോടേലും നീ എല്ലാന്ന് പറഞ്ഞ അടുത്തൊന്നുമില്ല. അടുത്തൊന്നുമില്ല. പണ്ട് എന്തൊക്കെ ചാറ്റായിരുന്നു അറിയോ? എന്നോട് പറയാ എടാ സീൻ എന്നിട്ട് എനിക്ക് പുതിയ പെണ്ണൊക്കെ വളർന്നിട്ടുണ്ട്, സെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിക്കുക ബ്രോ നല്ല കുട്ടിയാണോ? അല്ല, അല്ലേ? പണ്ട് ഞാൻ ചെറിയ സംഭവം ചെയ്യാറില്ല. നെവർ ഹാവ് ഐ എവർ ചീറ്റ് യുവർ ഗേൾ ഫ്രണ്ട്. അല്ല, ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവരെ എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ. എക്സ് ഉണ്ടായിരുന്നില്ലേ? എക്സ് ഉണ്ടായിരുന്നു. എക്സിനോട് നമ്മൾ ചീറ്റ് ചെയ്യാൻ എന്തുവാ? W ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. ചീറ്റിയില്ല. Guys, ചീറ്റ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലായിരുന്നോ? എന്ത് ചീറ്റിട്ടില്ലായിരുന്നു? നീയാണോ ആദ്യം പറഞ്ഞത്? ചിരിക്കണ്ട. സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അതായത് ഗേൾ ഫ്രണ്ട് പറയാതെ സിനിമയ്ക്ക് പോയാൽ ചീറ്റിംഗ് ആണ്. അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? സിനിമയെ വേറെ ആളുടെ അല്ല, ഒറ്റയ്ക്ക് വീട്ടുകാരുടെ കൂടെ. അയ്യോ, ഒറ്റയ്ക്കല്ലേ ഞാൻ ഗേൾ ഫ്രണ്ട് വേറെ ആളുടെ കൂടെയാണോ? അത് ചീറ്റിംഗ്. ഗേൾ ഫ്രണ്ട് സിനിമയ്ക്കാ പോയത്. ആ സിനിമയ്ക്കുള്ള ചീറ്റിംഗാ. ആ ചീറ്റിംഗ് ആണോ? ഞാൻ ചെയ്തില്ല. ഉണ്ടായിരുന്ന രണ്ടെണ്ണം. നെവർ ഹാവ് ഐ എവർ ചീറ്റ് ബൈ യുവർ ഗേൾ ഫ്രണ്ട്. ചീറ്റഡ് ബൈ യുവർ ഗേൾഫ്രണ്ടോ? ചീറ്റഡ് ബൈ യുവർ ഗേൾഫ്രണ്ട് ഐ നെവർ ഹാവ്. ഐ ഹാവ്. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അന്വേഷിക്കാൻ പോവാറില്ല. ഏറ്റവും വലിയ കോമഡി. അല്ല, എന്നെ തേച്ചായിരുന്നു. ആണോ? ആ കുട്ടി രക്ഷപ്പെട്ടു. ഫാസ്റ്റ്
ഇല്ല ഐ നെവർ ഹാവ്. Bro, I have ആണോ? ഒട്ടിച്ചു കളഞ്ഞ്. അല്ല അതിന് ബ്രോക്ക് ഗേൾഫ്രണ്ട് വേണ്ടേ? ബ്രോ ഇവരെ മാത്രം മാറ്റാം, boyfriend ആക്കാം. ഇവരെ മാത്രം മാറ്റി റാഫിക്കിന് മാത്രം boyfriend. ഓക്കെ, അടുത്തടുത്ത്. നെവർ ഹാവ് ഐ എവർ കിസ്ഡ് സംവൺ. സമ്മൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മണെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം കിസ് ചെയ്തു? സമ്മൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളാ ഗേൾ ഫ്രണ്ട് ആണോ ഉദ്ദേശിച്ചത്? ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഐ നെവർ ഹാവ്. ആൻഡ് ഗേൾഫ്രണ്ട് ഇല്ലാത്തവര് അത് പറയണ്ട. Boyfriend. സമ്മണ്ണാണ് പൊട്ടന്മാരെ. സമ്മൺ സംവൺ ഉദ്ദേശിച്ച ഗേൾഫ്രണ്ടിനെ കിസ് ചെയ്തിട്ടുണ്ടോ ഉദ്ദേശിച്ചത്? സമ്മൺ എന്ന് പറഞ്ഞ ഗേൾ ഫ്രണ്ട് അല്ല. നീ ഗേൾ ഫ്രണ്ട് കിസ് ചെയ്തിട്ടുണ്ട്? അത് സ്പെഷ്യൽ എനിക്ക് ഞാൻ കഴിവുള്ളതാണ്. എന്തിനാ കാണാൻ ഇത് ഗേൾ ഫ്രണ്ട് ഐ ഹാവ് അല്ല കേട്ടോ. ഇത് ഗേൾ ഫ്രണ്ട് ഐ ഹാവ് ആണോ? ആണോ? ഓക്കെ ഓക്കെ. നെവർ ഹാവ് ഐ എവർ ഡേറ്റഡ് സമ്മൺസ് ഗേൾഫ്രണ്ട്. അയ്യോ, സമ്മൺസ് ഗേൾഫ്രണ്ട് ഡേറ്റ് സിനിമയ്ക്ക് വരുന്ന ഇതല്ലല്ലോ ഡേറ്റ്. മൂവിക്ക് പോലൊക്കെ ഡേറ്റ് കേട്ടു. മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. മൂവി, കോഫി, ചായ, പഴംപൊരി. ചായ കുടിക്കാൻ പഴമ്പഴി നിന്നോ? ഇല്ല, മൂവിക്ക് പോയിട്ടുണ്ടല്ലോ. മൂവിക്ക് വിളിച്ചു ടിക്കറ്റ് എടുത്തു ഞാൻ പോയി. തിരിച്ചോ ഡേറ്റ് കേട്ട് ഞാൻ കൂട്ടത്തില്ല. കൊതി നീ കൂട്ടണ്ട, ബാക്കിയുള്ളവർ കുട്ടികൾ. നെവർ ഹാവ് ഐ എവർ കോഡ് ബൈ പോലീസ്. പോലീസ് പിടിച്ചിട്ടുണ്ടോന്ന്? നിന്നെ പിടിക്കാൻ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടില്ല. ഐസ് നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് പിടിച്ചേ. അത് പുനറില്ലല്ലോ. ചായ പിടിക്കാൻ പോയി. നെഞ്ചും പിടിച്ചത് ഓടാ. ചുമ്മാല ആ പുള്ളി ഓടിച്ചിട്ടാ പിടിച്ചേ. ഹെൽമെറ്റ് ലൈസൻസ് ഇല്ല. ലൈസൻസിന്റെ കേസിൽ മാത്രല്ല, വേറെ എന്തൊക്കെ ഇതിൽ പോലീസ് അതിന് കഴിവില്ല. അതൊക്കെ കഴിവായിട്ടാണ് ബ്രോ കണക്കാക്കുന്നത്. വണ്ടി അടിക്കാൻ പറ്റിട്ട് ആദ്യമേ. ഓക്കെ, അതിനെ പബ്ലിക്കിലേക്ക് ഇറങ്ങും. നെവർ ഹാവ് ഐ എവർ ഹാഡ് എ ക്രഷ് ഓൺ എ ഫാൻ. ക്രഷ് ഓൺ ഫാൻ ആണ്. ഫാനിന്റെ അടുത്ത് ക്രഷ് തോന്നിയിട്ടുണ്ടോ? സീലിംഗ് ഫാൻ ആണോ? ഉഷായിരുന്നോ? എനിക്കുണ്ട്. ഫാൻ ആണോ? സബ്സ്ക്രൈബർ ആണോ ഉദ്ദേശിച്ചത്? സബ്സ്ക്രൈബർ ആണോ ഉദ്ദേശിച്ചത്? ഫാൻ കൊണ്ട് ക്രഷ് എന്ന് പറഞ്ഞ സാധനം Crush ഒക്കെ നമുക്ക് എല്ലാവർക്കും പടയെന്ന് തോന്നുന്നു. ബ്രോ നാട്ടി കളിക്കുന്നേ, അതിലൊന്നും തീരുമാനിക്കും. മാറി മാറി കളിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? മാറി മാറി ക്രഷ് മാറുന്നു. നെവർ ഹാവ് ഐ എവർ സ്പെൻഡ് എ മന്ത് വിത്തൗട്ട് ബാത്തിങ്. നോ. അങ്ങ് ദൂരെ ഇല്ല ഗൈസ്, മാക്സിമം 2 അല്ലെങ്കിൽ 3 ദിവസം അതിൽ കുളിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ 5 വരെ പോയിട്ടുണ്ട്. 5 വരെ പോയിട്ടോ? നീ എന്താ 5 ഞാനൊന്നും പോയിട്ടില്ല. ഏറ്റു പോടേ. ഞാൻ ഒരു 10 വരെ പോയിട്ടുണ്ട്. എവിടെന്നാണ്? മണാലി പോയപ്പോ. അങ്ങനെ കുളിക്കാൻ മരവിച്ച് പോകത്തില്ലേ? നീയോ? ഡെയിലി കുളിക്കണ്ടല്ലേ? 22 കൊല്ലം ഡെയിലി കുളിക്കണ്ടല്ലേ? കൂടി പോയ 3-4 ആഴ്ച ഇല്ല. Never have I ever farted and pretended to be not yours. I have. കൊമ്മലിപ്പളാ കത്തിയത്. ഞാൻ വിടാറുണ്ട്. അതല്ല, വിട്ടിട്ട് വിടാത്ത പോലെ ഇരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് വിടാറൊന്നുമില്ല. പോടാന്ന് ആൾക്കൂട്ടിനിടയിൽ അറിയാണ്ട് കയ്യിൽ നിന്ന് പോകും. എന്നിട്ട് എന്റെ അല്ലല്ലോ എന്നുള്ള രീതിയിൽ, ഞാനല്ലല്ലോ എന്നുള്ള രീതിയിൽ. അതെ അതെ, പൈസ പറക്കല്ലേ, പൈസ കാണട്ടെ. ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. ഇതൊക്കെ ഈ ലോകത്തെ 100% ആൾക്കാർ ചെയ്യുന്നത്. Never have I ever ghosted on someone. Of course. Ghosted on someone ആൾക്കാരെ ഗോസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പെൺകുട്ടികളെ ഇങ്ങനെ നമ്മൾ അവരുടെ പ്രൊഫൈലൊക്കെ ഗോസ്റ്റ് ചെയ്യില്ല, നമ്മൾ ഇങ്ങനെ നോക്കൂലടാ. കൊറേ ലോസ് ആയിട്ടുണ്ട് അതല്ലേ?
വെച്ചിട്ടില്ലേ പെട്ടെന്ന് ഒരു ദിവസം അവരായിട്ടുള്ള കോണ്ടാക്ട് എല്ലാം കളഞ്ഞിട്ട് ഒഴിവായി പോയത് മനസ്സിലായി. അങ്ങനെയായിട്ടില്ല, നമ്മളായിട്ട് ഒഴിവാക്കിയിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ ഒഴിവാക്കണം. അത്ര ഫ്രണ്ട് സർക്കിൾസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. Never have I ever didn't wear underwear for an event. അതില്ല കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോ നമ്മള് അണ്ടർവെയർ ഇടാതെ നീ എന്തെങ്കിലും ഇവന്റിന് പോയിട്ടുണ്ടോ? കോളേജിൽ ഡെയിലി അങ്ങനെ പോകണം. സോറി അല്ല കോളേജിലല്ല അത്, പറയട്ടെ. പറ. പക്ഷെ ഇവന്റിനല്ല, ഇവന്റ് വരെ ഇതൊന്നുമില്ല, സ്കൂൾ ആനിവേഴ്സറിക്ക്. അത് സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കാൻ മറന്നുപോയി. നമ്മുടെ മിനി യൂത്ത് കളിക്കാൻ പോയപ്പോ മിനി എടുക്കാൻ മറന്നോ? എന്തെന്ന് കളിച്ചേ എന്താ ഫുട്ബോളാ ബാസ്കറ്റ്ബോള് ഇടാതെ പോയേ? അല്ല, സാധനം ഉണ്ടായിരുന്നു. അത് അന്ന് തന്നെ ഇത് വാഷ് ചെയ്യാനിട്ട് പിറ്റേ ദിവസമായിരുന്നു കളി. പിറ്റേ ദിവസം മോർണിംഗ്. അപ്പം ഇതാണെങ്കിൽ നനഞ്ഞ് ഇങ്ങനെ ഇതായിട്ടിരിക്കുവായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഇടാൻ പറ്റൂല. അപ്പം വേറെ ആണെങ്കിൽ എക്സ്ട്രാ എടുത്തില്ല. പേര് അവിടെ മടക്കി ഇതായിട്ട് വെച്ചിരിക്കുന്നു അവിടെ അപ്പുറത്തെ ഹോസ്റ്റലില്. അപ്പൊ മോർണിംഗ് വേറെ നിവൃത്തിയില്ല, കളിച്ചു. ജയിച്ചോ? അതാണ് നിന്റെ ഭാഗ്യം. നിന്റെ പക്ഷെ അന്ന് ഞാന് ഫുട്ബോൾ മാത്രമേ ഫുട്ബോളും ബാഡ്മിന്റൺ മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഇടാതെയോ? അല്ല, അല്ലാണ്ടുള്ള കളി താത്ത്. കൊണ്ട് Never have I ever chat with other girl creators. Girl creators ആയിട്ട് I have. ഉണ്ടല്ലോ. ഐ ഹാവ് ഗേൾ ക്രിയേറ്റേഴ്സ്. ഫ്രണ്ട് സർക്കിൾ ഇഷ്ടംപോലെ ഗേൾ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഇല്ല, ഇഷ്ടംപോലെ ഇല്ല. എനിക്ക് അപ്പൊ ഇനി I have എവിടാ? ഇഷ്ടംപോലെ അല്ല, ഒരു 10-25 ഉള്ളൂ. 3 പേരെ കണ്ടുള്ളൂ. Never have I ever went to festival to see girls. Yes, of course I have. പിന്നെ നാട്ടിലെ ഉത്സവത്തിലൊക്കെ മിക്കതും പോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതും അതിന് എപ്പോഴും എല്ലാ ഞായറാഴ്ചയും പോയേക്കുന്നത് വീട്ടിലായിരുന്നു പോവാ. ഇവിടെ നമ്മളതിന് എത്ര ഉത്സവത്തിന് പോയിട്ടുണ്ട്. നമ്മളെല്ലാം നിങ്ങള് പള്ളി പെരുന്നാൾ 5 മണിക്ക് ഇറങ്ങിയ ഞാൻ നാട്ടിലെ പോയിട്ടുള്ളൂ. ഞാൻ നാട്ടിലെ പോയി. അത് ഫെസ്റ്റിവൽ അല്ല. Never have I ever ate food which expired. Expired ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല. ഉണ്ട്. ഏത് ഫുഡ്? ബ്രെഡ് എന്നിട്ട് തുപ്പിക്കളഞ്ഞു. ഇവന്റെ റൂമിൽ വെച്ചാണോ? Never have I ever drunk blood of others. മോട്ടിയുടെ ആടിന്റെ ചോര. അദ്ദേഹത്തെ മനുഷ്യന്മാരുടെ ഒരു സ്വന്തം ചോര കുടിച്ചു. അതല്ല ഉദ്ദേശിച്ചത്. കൈയെങ്ങാനും മുറിഞ്ഞിട്ട് പെട്ടെന്ന് വായിൽ വെച്ചിട്ട് ആ ചോര വലിച്ചു സിനിമയിലൊക്കെ കൈ മുറിയുമ്പോഴത്തേക്ക് മുറിഞ്ഞോട്. ഓ നല്ല ഇല്ല, അങ്ങനെ ഒരാളുടെ കൈ എനിക്ക് കിട്ടിയിട്ടില്ല. ആണോ? കൈ എങ്ങനെ മുറിയും? ബാക്കി സ്ഥലങ്ങൾ കൊടിയാത്ത് Never have I ever went to girls' toilet. പക്ഷെ കേറി സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലാണ്ട് ഉള്ള സമയത്ത് കേറി ചെന്ന് നല്ല ഗായ്സ് സെറ്റ് ആയിരിക്കല ഗായ്സ്. അതെ ചില സമയത്ത് അവിടെ ഫ്രണ്ടിൽ എഴുതിയേക്കണ ആ സിനിമ ഇവിടെ മറ്റേ പറമ്പിൽ അതെല്ലാം കൂട്ടും അവിടെ ജെന്റ്സും എനിക്ക് അങ്ങനെ ഇതൊരു അബദ്ധം പറ്റിയിട്ടില്ല. അതായത് നോക്കിട്ടേ കേറിയിട്ടുള്ളൂ. ടോയ്ലറ്റ് കേടായിരുന്നു. ഓ പിന്നെ വിശ്വസിച്ചു. ഒരു രൂപ കൂടെ വേണം. ഞാൻ ഇപ്പൊ കയറ്റി എടുത്തിട്ട് പുണ്യാളാന്ന് വിളിക്കാം. Never have I ever stalked boot camp boys message. അതായത് നമ്മുടെ ആരെങ്കിലും മെസ്സേജ് ഞാൻ എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത്. എല്ലാരും നമ്മളെല്ലാരും മെസ്സേജ് അങ്ങനെ ഒരാളെ പിടിച്ചു മേടിച്ച് നോക്കുന്നതും പിന്നെ സൈഡിൽ ഇരുന്ന് കാണുന്ന അങ്ങനെയാണെങ്കിൽ I have ഞാൻ പിടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മളെല്ലാരും ഒരുമിച്ച് മെസ്സേജ് നോക്കിയിട്ടില്ലേ? പിന്നെ അങ്ങനെയല്ല അവൻ കാണാതെ ആ ഫോണിന്റെ ഓണർ കാണാതെയോ കണ്ടിട്ടോ അവന്റെ കാണാതെ നോക്കിയിട്ടില്ല, കണ്ടിട്ട് നോക്കിയിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരാൾ യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോ കാണിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. അല്ലാതെ സൈഡിൽ ക്വസ്റ്റ്യൻ എന്താന്ന് പറയാ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആ ഫോണിന്റെ ഓണർ കാണാതെ നീ ഫോൺ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇവന്റെ ഫോൺ നീ കാണാതെ ചെക്ക് ചെയ്തിട്ടുണ്ടോ ആ മെസ്സേജസ്? Never have I ever got hurt by jokes by boot camp boys. ജോക്സിനൊന്നും എനിക്ക്
ഐ നെവർ ഹാവ്. എനിക്ക് കേട്ടോ. അതിനുള്ള സാമാന്യ ബോധ്യം മനസ്സിലാവും. ഹേർട്ട് ആയിട്ടുണ്ട് ഐ നെവർ ഹാവ്. പണ്ട് സ്റ്റാർട്ടിങ്ങിൽ ബൂട്ട് ക്യാമ്പിൽ വന്ന സമയത്ത് ഐ ഹാവ് ഒരു നമ്മളെ പറഞ്ഞു കേട്ടോ. 2-3 മാസം. നിന്നെ ആരെങ്കിലും കളിയാക്കേണ്ടി നിനക്ക് അതെന്നറിയോ, ഞാൻ കളിയാക്കിയ സാധനം അവർക്ക് വിഷമായ എനിക്ക് വിഷമാവും. അതല്ല അതല്ല നിന്നെ ഇല്ല, ആരെങ്കിലും അങ്ങനെ ഇല്ല. നിന്നെ നമ്മളായാലും കളിയാക്കേണ്ടി നിനക്ക് വിഷമമായിട്ടുണ്ടോ? എനിക്ക് ആനയിലോട്ടോ തിരിച്ച് 5 എണ്ണം ഞാൻ കൊടുക്കും. അല്ല ഇവന് പണ്ടാണെങ്കിൽ boot camp ൽ ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇൻട്രോവേർട്ട് ഈ റൂമിൽ നിന്ന് ഇറങ്ങില്ലാത്തൊരു ഈ മണ്ടരായിരുന്നു. റൂമിലല്ല മറ്റേ ഈ റൂമിലായിരുന്നു. ഇവിടുന്ന് ഈ റൂമിലായിരുന്നു. പൊന്നെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നിന്നെ വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടുന്ന്. ചാലി ഇത്ര ഫാൻ ഇവിടെ അപ്പുറമായിരുന്നു തോന്നുന്നല്ലേ? അല്ല ഇവിടെ അല്ല ഇവിടെ ആ, മറ്റേ ഫാൻ വെച്ചത് ചാർലി ഇത്ര സ്പീഡ് ഒന്നും ഫാൻ വെക്കാൻ പാടില്ല. ഈ fan അത് വലിയ fan ആണ്. ഇതൊക്കെ പറഞ്ഞിട്ട് വായിക്കും. എനിക്ക് ഫാൻ സ്പീഡ് ഇഷ്ടമല്ല. 5 ഇടുന്നത് 4 4 4.5 5 ആവരുത്. Never have I ever lied that your relatives died to leave from school. ഇല്ല. ഞാൻ കൊറേ പ്രാവശ്യം അമ്മൂമ്മേനെ മരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ I never have. I never have. ഞാൻ അങ്ങനെ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഞാൻ മരിപ്പിച്ചിട്ടില്ല. ഇല്ലെന്നേ. ഇവനൊക്കെ കള്ളം പറയാ, വെറുതെ കള്ളം പറയാ. ഇവന്റെ അപ്പൻ വീഡിയോ കാണും, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അടുത്ത രൂപ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഇവന്റെ അപ്പന് വീഡിയോ കാണും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. Never have I ever lied to police. Of course, yes I have. ലൈഡ് ടു പോലീസ് ഇല്ല. അതിന് പോലീസ് പിടിച്ചിട്ടില്ലല്ലോ. അയ്യോ. ബ്രോ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടി. എന്തിനാ പണ്ട് പാസ്പോർട്ടിന്റെ അറ്റസ്റ്റ് ചെയ്യാൻ? അല്ല പണ്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് വഴിയിൽ നിന്ന് ഒരു പൈസ കിട്ടി. അതിലാണ് ഫുള്ള് ഡോളേഴ്സും ഒരു 4-5 ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടിയത്. അത് പോയി പോലീസ് സ്റ്റേഷൻ കൊടുത്തായിരുന്നു കേട്ടോ. ഡോളേഴ്സ് എടുത്തിട്ട് എടാ അതല്ല എന്റെ ചോദിച്ചേ. ചാനൽ ഇപ്പോഴും ഉണ്ട്. ഇതെന്താ പറയാ പോലീസുകാരുടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയ കാര്യം പറഞ്ഞതാ. പോലീസുകാരുടെ കള്ളം എടാ, പോലീസ് സ്റ്റേഷനിൽ കയറിയ അവസ്ഥ situation പറഞ്ഞതാ. അതല്ല, I never have ഒരിക്കലും പൊട്ടോ. പോലീസ് അവൻ ചോദിച്ചോണ്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്തൊക്കെ കേക്കണമെന്ന്. നീ പറഞ്ഞിട്ടില്ല? ഇല്ല. സത്യം മാത്രം. 3 കൂടെ ഒരുമിച്ച് അതിന് ഞാനെന്നാ പറഞ്ഞു, നമ്മളെന്തായാലും കണ്ടുപിടിച്ചില്ലേ, പിന്നെ ഞാനെന്തിനാ അങ്ങനെ പറയണേ? എന്നാ പറഞ്ഞേ? ബ്രോ, ഞങ്ങൾ ഇത്രയും പേര് ഉണ്ടാകുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ആദ്യമായിട്ടോ സാറേ ഇവര് രണ്ടുപേരും അല്ലാതെ നിങ്ങളല്ലേ? ഒറ്റയ്ക്ക് എന്നെ ഞാൻ പിടിച്ചിട്ടേ. അതല്ല, ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താ നോക്ക്, പോലീസുകാരോട് കള്ളം പിടിച്ചതിന് പറഞ്ഞില്ല. ശേഷം കള്ളം അല്ലല്ല പറഞ്ഞോ? പോലീസുകാരോട് കള്ളം പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചു. ആ ഇല്ല, എങ്ങനെ കള്ളം പറയുന്നത്? അതിന് നമ്മളന്ന് പിടിച്ചില്ലേ, കള്ളം എന്തിനും പറഞ്ഞോ? ആ പറഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് വശത്തുണ്ടോ സാറേ? സാറേ നമ്മൾ ആദ്യമായിട്ട് സാറേ ഇങ്ങനെ വിശന്നിട്ട് കഴിക്കാൻ അത് പറഞ്ഞു. പക്ഷെ അതും കള്ള, അത് ഞാൻ പറഞ്ഞില്ല കേട്ടാ. നീ പറഞ്ഞു. ആദ്യമേ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞേ. എന്ത്? ഞാനാ മിണ്ടായിരുന്നു ആദ്യമേ. പിന്നെ നീ എന്താ തിരിച്ച്? ഇയാൾ അല്ല 2-3 കാര്യം പറഞ്ഞു. അത് ശരി. നെവർ ഹാവ് ഐ എവർ ഡ്രോ യുവർ ക്രഷ് ടു സർപ്രൈസ് സർ. ഡ്രോ യുവർ ക്രഷ് ടു ലൈക്ക് വരച്ചിട്ട് സർപ്രൈസ് ചെയ്തിട്ടുണ്ടോന്ന് എന്റെ ക്രഷ് ഫോട്ടോയോ? എന്തേലും ഇല്ലല്ല, ഐ നെവർ ഹാവ്. വരയ്ക്കാൻ അറിയത്തില്ല, അതിന് ഞാൻ വരച്ച് സർപ്രൈസ് ചെയ്യായിരുന്നു. ഇല്ല നെവർ. സീരിയസ്ലി ആര് വരച്ചു? ബ്രോ ബ്രോ വരക്കുന്നതാണ്. ബ്രോ നല്ലത്. ബ്രോ ആരാ എന്നിട്ട് വരച്ചേ? നമ്മളമ്മ ചാലഞ്ചിൽ കണ്ടതാ. ബ്രോ വരച്ചു, ബ്രോനെ വലിപ്പിച്ചു. നെവർ ഹാവ് ഐ എവർ ലൈഡ് ടു ഇക്ക. അതേ ഉള്ളൂ ഡെയിലി ഡെയിലി ഡെയിലിയോ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണും. നെവർ സത്യം, അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണും. ഈ വീഡിയോ ഒന്ന് ക്ലിപ്പ് കട്ട് ചെയ്യണേ. എന്താ എഴുന്നേക്കാൻ താമസിച്ച? അയ്യോ തലവേദന. കണ്ണുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അയ്യായികയെന്ന് പറഞ്ഞേ. ഉറങ്ങിക്കൊണ്ടിരുന്നിട്ട് ഇക്ക വിളിക്കുമ്പോ എന്താ എന്ത് ചെയ്യായിരുന്നു? ഇക്ക എഡിറ്റ് ചെയ്യാണ്. അല്ല, വേറെ ഞാനല്ലത്. ഇവൻ വക്കരയുടെ പറഞ്ഞ അടുത്ത പറ. നീയല്ല ഇക്ക കണ്ടത് കുഴപ്പമൊന്നുമില്ല. നീയല്ല നെവർ ഹാവ് ഐ കുഴപ്പമില്ല. നെവർ ഹാവ് ഐ എവർ ഷൂട്ട് ചലഞ്ചസ് വിത്തൗട്ട് ബാത്തിങ്. യെസ് ഐ ഹാവ്. കുളിക്കാതെ വന്നിരുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? എത്ര പ്രാവശ്യം? അധികം കുളി കഴിഞ്ഞിട്ടാണ് കളി ചാലഞ്ച് കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത്. കാരണം ചാലഞ്ച് കഴിയുന്നതിന് ഒന്ന് നൈറ്റ് മാത്രമേ കുളിക്കാറുള്ളൂ. മാത്രമേ കളിക്കാറുള്ളൂ. പകല് എവിടെയെങ്കിലും പോവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതും എന്തേലും അപ്പൊ നേരത്തെ പറഞ്ഞ കള്ളതല്ലേ കുളിക്കാണ്ടിരുന്നൊക്കെ. മണ്ട രാത്രി കുളിക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ രാത്രി പോകുന്നതിന് നമ്മൾ കുളിക്കും. അതെ കുളിച്ചിട്ട് പോയില്ലെങ്കിൽ പൈസ കിട്ടൂല. രാത്രി മാത്രമേ ഉള്ളൂ. രാത്രി കുളിച്ചിട്ട് കിടന്നാലേ ഒരു സുഖമുള്ളൂ. അതന്നെ. അതെ, അവർക്കും സുഖം. ഓക്കെ. നെവർ ഹാവ് ഐ എവർ ലൈഡ് ടു ഇത്ത ദാറ്റ് ഹെർ ഫുഡ് ഈസ് ഗുഡ്. അല്ല അത് കള്ളമല്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഫുഡ് കൊള്ളില്ലായിട്ട് ഫുഡ് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്? കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല. ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഫുഡ് രീതിയിലാണ് ഇത്ത എല്ലാം വെക്കുന്നതെങ്കിലും പക്ഷേ നല്ല ടേസ്റ്റ് ആണ്. ലാസ്റ്റത്തെ ആണ് നെവർ ഹാവ് ഐ എവർ ലൈഡ് ഇൻ ദിസ് ചാലഞ്ച്. ഈ ചാലഞ്ചിൽ സത്യം
സത്യം പറഞ്ഞിട്ടുണ്ടോ അല്ല കള്ളം പറഞ്ഞിട്ടുണ്ടോന്ന്? യെസ് ഐ ഹാവ്. കണ്ടുപിടി. അത് എന്തിനാണ് ഞാൻ കള്ളം പറഞ്ഞില്ല. അത് അവരെങ്ങനെ ഇരിക്കട്ടെ. ഒരു ക്ലൂ കമന്റ് വരണം നോക്കട്ടെ. ഗേൾസ് ടോയ്ലറ്റിൽ ആരും അറിയാതെ കയറി സത്യം പറ. കണ്ടുപിടിച്ചോ? അതന്നെ. നീ ആരാണെന്ന് തെളിയിച്ചു. അല്ല അത് ഇവർക്ക് കേറാൻ പറ്റും. അത് ശരിയാണല്ലോ. ഇവര് രണ്ടിലും കയറാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഫണ്ണി ആയിട്ടുള്ള ചാനൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ ചാനൽ നമ്മൾ വീണ്ടും വരുന്നത്. അതുവരെ ടാറ്റാ.